ഡെയിലി ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ ഇതുപോലത്തെ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ഏൺ ചെയ്തത് ആമസോൺ അസോസിയേറ്റ്സിൻ്റെ അഫിലിയേറ്റ് പ്രോഗ്രാം വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ അതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലേ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പിൻട്രസ്റ്റ് അക്കൗണ്ടാണ്. പിൻട്രസ്റ്റിൻ്റെ ബിസിനസ് അക്കൗണ്ടാണ്. അപ്പോൾ പിൻട്രസ്റ്റ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻട്രസ്റ്റ് വരും. പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ബിസിനസ് എന്ന് കാണാം. ബിസിനസ് എടുക്കുക. ബിസിനസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID, പാസ്വേഡ്, അതുപോലത്തെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഡെമോയ്ക്ക് വേണ്ടി ഒരു ടെമ്പററി മെയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒഫീഷ്യൽ മെയിൽ ID തന്നെ ഉപയോഗിക്കുക. അപ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് നിങ്ങളുടെ പാസ്വേഡ് ആൽഫ ന്യൂമറിക് ആയിരിക്കണം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും താഴത്തെ അതർ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇത് നമ്മുടെ ബ്രാൻഡ് നെയിം ആയിരിക്കും ചോദിക്കുക. അപ്പോൾ തൽക്കാലം എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ശേഷം കൊടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ക്ലിക്ക് ഷോപ്പ് ഓൺലൈൻ എന്നുള്ളത് ചുമ്മാ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തു. അതിനുശേഷം കൺട്രി റീജിയൻ അത് ഇന്ത്യ തന്നെ. പിന്നെ വെബ്സൈറ്റില്ലാത്തതുകൊണ്ട് ഐ ഡോണ്ട് ഹാവ് വെബ്സൈറ്റ് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇത് 3 കാര്യങ്ങൾ കൊടുക്കുക. ഞാൻ കൊടുക്കുന്നതിന് കൊടുത്താൽ മതി. അതിനുശേഷം അതർ കൊടുക്കുക. ഐ ആം നോട്ട് ഷുവർ ഇറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിലെ യുവർ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത ശേഷം എഡിറ്റ് പ്രൊഫൈലിൽ പോകണം. എന്നിട്ട് നിങ്ങളുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ എബൌട്ട് എന്തെങ്കിലും ഒരു നിങ്ങളുടെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എബൌട്ട് സെക്ഷൻ കൊടുക്കുക. ജസ്റ്റ് വരുന്ന ആൾക്കാരുടെ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു DP കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ ഇല്ല. അപ്പോൾ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ ChatGPT ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ChatGPT ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കുക. മേക്ക് എ ലോഗോ. അതിനുശേഷം ഒരു ഇൻവെർട്ടർ കോമ കൊടുത്തിട്ട് നമ്മുടെ പേജിൻ്റെ പേര് കൊടുക്കുക. കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. നമ്മുടെ ഒരു ലോഗോ ജനറേറ്റ് ആയി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഇവിടെ ചേഞ്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ഫോട്ടോ കൊടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഞാൻ ലാപ്പിൽ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മൊബൈൽ ഫോണിലും ചെയ്യാം. അതിനുശേഷം സേവ് കൊടുക്കുക. അതിന് മുമ്പ് താഴത്തെ ഒരു കാര്യം നമുക്ക് മാറ്റാനുണ്ടായിരുന്നു. ഈ ഒരു യൂസർ നെയിം നമ്മുടെ പേരും ഏകദേശം സെയിം ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം പ്രൊഫൈൽ നമ്മുടെ ഇതുപോലെ ആയി. നമ്മുടെ യൂസർ നെയിം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് പിൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആമസോൺ അസോസിയേറ്റ്സിൽ അക്കൗണ്ട് എടുക്കണം. അപ്പോൾ അക്കൗണ്ട് എടുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാം.
ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. ആമസോണിൽ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് എങ്ങനെ എടുക്കുന്നതെന്നുള്ള വീഡിയോ ഇഷ്ടംപോലെ ഉണ്ട്. അത് നോക്കി അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആമസോൺ അസോസിയേറ്റ്സിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ഇതുപോലൊരു കോളം വരും. അപ്പോൾ ആ കോളത്തിൽ നമ്മുടെ പിൻട്രസ്റ്റിൻ്റെ ബിസിനസ് അക്കൗണ്ടിൻ്റെ ലിങ്ക്, ഈ കാണുന്ന മുകളിലത്തെ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ആവും. ഇങ്ങനെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ട്രാഫിക് വരുന്നതെന്ന് ആമസോണിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത്. അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ അസോസിയേറ്റ്സിൽ അക്കൗണ്ട് എടുത്ത ശേഷമാണ് നമ്മൾ പിൻ ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആമസോൺ അസോസിയേറ്റ്സിൽ അക്കൗണ്ട് എടുത്ത ശേഷം നമ്മൾ amazon.in വരിക. അതിനുശേഷം ഈ സൈഡ് ബാറിൽ നമുക്ക് എല്ലാ പ്രോഡക്റ്റും കാണാം. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് കാറ്റഗറിക്കും ഓരോ കമ്മീഷനാണ് റേറ്റ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വുമൺസ് ഫാഷൻ ഡ്രസ്സാണ് എടുക്കുന്നത്. ഇപ്പോൾ ക്ലോത്തിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്ലോത്തിങ് ഐറ്റംസ് വരും. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് റാൻഡമായിട്ട് എടുത്താണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വില 2250 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ 5% നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടൈറ്റിൽ അങ്ങ് കോപ്പി ചെയ്യുക. അതിനുശേഷം വീണ്ടും ChatGPT പോയ ശേഷം ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ആവുന്നത് കാണാൻ പറ്റും. നമ്മളിനെ ഡൗൺലോഡ് ചെയ്യുക, സേവ് കൊടുക്കുക. ശേഷം പിൻട്രസ്റ്റ് വന്ന ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് അങ്ങോട്ട് വയ്ക്കുക. ഇനിയൊന്നും ചെയ്യേണ്ട. ഇനി നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അതേ ടൈറ്റിൽ തന്നെ ഇവിടെയും കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷനായിട്ട് വീണ്ടും അത് തന്നെ കോപ്പി ചെയ്യാണ്. ഫുള്ളായിട്ടും കോപ്പി ചെയ്യാം. ഫുള്ളായിട്ട് കോപ്പി ചെയ്തു. ഇനി നമുക്ക് മെയിനായിട്ടുള്ള സാധനമാണ് ഇവിടെ ബോർഡ് എന്ന് പറഞ്ഞാൽ കാണാം. ഇതൊരു ബോർഡ് ക്രിയേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ അത് വുമൺ ഫാഷൻ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ് അതിൻ്റെ കാറ്റഗറി വൈസുള്ള ഒരു പേര് കൊടുത്താൽ മതി. അപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് ബോർഡ്. നമുക്കിവിടെ ടോപ്പിക്സ് ടാഗ് ചെയ്യണം. അതായത് ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ഉണ്ടാവും. അപ്പം നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. കുർത്തി, ഇന്ത്യൻ ഡ്രസ്സ്, ഇന്ത്യൻ ഫാഷൻ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടോപ്പിക്സ് കൊടുക്കാം. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴത്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത്, ആഡ് പ്രോഡക്ട്സ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരും. അതിൽ സെർച്ച് പിൻസും ഉണ്ട്, യൂസ് ചെയ്ത് ലിങ്കും ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ പ്രോഡക്റ്റിന് ഒരു ലിങ്ക് ഉണ്ടാവും. ഏറ്റവും മുകളിൽ നമുക്ക് കിട്ടും. ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞാൽ കാണാം. ഈ ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടും. അത് കോപ്പി ചെയ്യുക. ശേഷം നമ്മൾ വരേണ്ടത് പിൻട്രസ്റ്റിലേക്കാണ്. ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് എൻ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റ് ഇവിടെ വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ആ പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അഫിലിയേറ്റ് ലിങ്ക് ഓർ സ്പോൺസേഡ് പ്രോഡക്റ്റ് എന്നുള്ളത് കൊടുക്കണം, ഓണാക്കണം. അതിനുശേഷം വേണം ഈ ഒരു പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ആ പ്രോഡക്റ്റ് അവിടെ ടാഗായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മളത് പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് കൊടുത്ത് കഴിയുമ്പോൾ അത് പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ പിന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 5% നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഡെയിലി 2 പിന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഒരു പിന്നിൽ മാത്രം നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് വയ്ക്കുക. അല്ലാത്തത് വെറുതെ ബ്ലാങ്ക് ആയിട്ടിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ പിൻട്രസ്റ്റിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് നോക്കുക. ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.